ലുക്ക് ടു ദ ലെഫ്റ്റ്. നോ തല തിരിക്കണ്ട, കണ്ണ് മാത്രം. റൈറ്റ്? ഓക്കെ. ഇസ് ദ പെയിൻ ഹിയർ? നോ. ഇവിടെ ഇല്ല. എനിവെയർ എൽസ്? നോ, ദർ ഇസ് നോ കൺകഷൻ. ഐ തിങ്ക് എവറിത്തിങ്സ് ഫൈൻ. ചേച്ചി ഫിസിക്കലി ഷീസ് ഓക്കെ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവൾക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ഓർമ്മയില്ല. നിങ്ങളുടെ സംശയം ശരിയായിരുന്നു. കഴിഞ്ഞ 1-2 വർഷത്തെ കാര്യങ്ങൾ അവൾ ഓർക്കാത്തത്. ബ്രെയിൻ റെസ്പോൺസ് ടെസ്റ്റ് നടത്തി, അങ്ങനെയാണ് മെമ്മറി ലോസ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. 90% അത് ടെമ്പററി ആവാനാണ് സാധ്യത. ആ ഇടിയുടെ ഷോക്ക് കൊണ്ടായിരിക്കാം ചിലപ്പോ. അങ്കിളിന് അറിയാലോ, വണ്ടി കയ്യിൽ കിട്ടിയാ പിന്നെ റേസിംഗ് കാർ ഡ്രൈവർ ആവും ചെയ്യാം. ആക്സിഡന്റ് ആയ അവളുടെ കാറ് കിട്ടിയോ അങ്കിൾ? ഇല്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാറ് കിട്ടുന്നതിലല്ല മോളെ കാര്യം, ജിയുടെ മെമ്മറി കിട്ടുന്നില്ല. ജിയക്ക് പറയത്തക്ക ഫ്രണ്ട്സ് ഒന്നുമില്ല. മോളവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, ഒരു റോൾ മോഡലൂടെയാ. അപ്പോ മോള് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ജിയെ തിരിച്ചു തരാൻ. അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന കാര്യം മോക്കറിയാലോ. ഓ, ഞാൻ ആളെ കണ്ടിട്ടില്ല, നിശ്ചയത്തിന് കാണാന്ന് വെച്ചു. എന്റെ കർത്താവേ, ദേ ഇവനാണ് ആള്. 100 ആയുസ. ഇതാണ് ജിയെ കെട്ടാൻ പോകുന്ന മിസ്റ്റർ രവി. A very dashing, handsome soldier. Yes, sir. That is my boy. ഇതാണ് ജിയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. ഹലോ. ഹായ്. മേജർ രവി. ഓ, മേജർ രവി. ആ മേജർ രവി അല്ല, ഈ രവി. ഈ രവി? ഈ രവി അല്ല, ഇമ്മാനുവൽ മേജർ രവി. I'm sorry, Emmanuel Ravi Major. I mean Ravi Major Emmanuel. Say hi, Major Emmanuel Ravi. Okay. Whatever. Hi, I'm Deepa Dr. Menon. Sorry, Dr. Deepa Menon. It's okay, it happens. By the way, doctor, ജിയുടെ status എന്താണ്? Actually, scientifically we would call it a case of... ഒരിക്കലും മനസ്സിലാവാത്ത ഏതൊരു അസുഖത്തിന്റെ പേര് പറയാൻ പോലെ ഇത് കുറെ കേട്ടിട്ടുണ്ട്. അപ്പം അത് വേണ്ട. ഓർമ്മയുണ്ടോ ഇല്ലയോ? ഇല്ല. അതറിഞ്ഞാൽ മതി. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യൂ. ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ജിയ, താങ്ക് യു. മേജർ രവി, യെസ്, ദിസ് ഈസ് വെരി ഡേഞ്ചറസ്. അവള് വളരെ ഡിസ്റ്റർബ്ഡ് ആണ്, ചിലപ്പോൾ വയലന്റ് ആവും. ഓ കം ഓൺ ഡോക്ടർ, ഐ ആം എ മിലിറ്ററി മാൻ, പ്ലീസ് ഡോണ്ട് ബി സിലി. മോള് ടെൻഷൻ അടിക്കണ്ട, അതവൻ നോക്കിയോളും. ഇവന്റെ അച്ഛൻ പണ്ട് ശ്രീലങ്കയില് IPK അതില് എന്റെ ജീവൻ രക്ഷിച്ചവനാ. അന്ന് ഞാൻ അവന് കൊടുത്ത വാക്കാ, അവന്റെ മകനും എന്റെ മകളും. അവന്റെ അച്ഛന്റെ കഴിവ് അതേപോലെ അവന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ശരിയാക്കി തരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവള് മൂടിയാണെന്ന്. എന്നെ മനസ്സിലായോ? ഞാൻ രവിയാന്ന് പറഞ്ഞപ്പോ ഒരുമാതിരി TG രവിയെ കണ്ട റിയാക്ഷൻ ആയിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ അവളുടെ കൈ പിടിച്ചത്. ഡോക്ടർ ഒരു മിനിറ്റ് പ്ലീസ്. അവൾക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ ഓർമ്മയുണ്ട്. ഫോർ എക്സാമ്പിൾ, പണ്ടൊരിക്കൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അവളുടെ കുളിമുറിയിലോട്ട് ഞാനൊന്ന് ലൈറ്റായിട്ടൊന്ന് ഒളിഞ്ഞു നോക്കി. അങ്ങനെ നോക്കിയവനല്ലടാ നീന്നും പറഞ്ഞ അവൾ ഗ്ലാസ് എടുത്ത് എറിഞ്ഞത്. ഒളിഞ്ഞു നോക്കിയോ? അയ്യേ, ഒന്നല്ലെങ്കിൽ നിങ്ങളൊരു പട്ടാൾക്കാരനല്ലേ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പട്ടാളത്തിലല്ലല്ലോ. അപ്പൊ അത് മാത്രം അവൾക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. അതിനുശേഷം ഞാൻ പട്ടാളത്തിൽ ചേർന്നതും എതിരാളികളെ കൊന്നതും പിന്നെ ഈ കല്യാണം നിശ്ചയിച്ചതും അതൊന്നും അവൾക്ക് ഓർമ്മയില്ല. സി രവി, എല്ലാം അവിടെ തന്നെ ഉണ്ട്, ഒരു ഓർമ്മയും എവിടെയും പോയിട്ടില്ല. ഇതൊരു ടെമ്പററി മെമ്മറി ലോസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എപ്പോ പെർമനന്റ് ആവും? അങ്ങനല്ല, പെർമനന്റ് ആയിട്ട് എപ്പം ജിയെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഞാൻ എപ്പോ വേണമെങ്കിലും ആവാം. അവളുടെ മനസ്സിന് ഇഷ്ടമുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കണ്ടാലോ ശബ്ദം കേട്ടാലോ അത് മതി. എന്നിട്ട് എന്റെ ശബ്ദം കേട്ടിട്ട് വന്നില്ലല്ലോ. ഡോക്ടർ പറയൂ, വേറെ ആരെങ്കിലും അയക്കൂടെ? അടുത്തൊരു ഫ്രണ്ട്, ഒരു ബന്ധു, ഓർ എ ബോയ് ഫ്രണ്ട്. ആരാ? ഓ, such a beautiful place, uncle.
stunning. What a killer machine. Key, that. ഏയ്, മോളെ, അത് നമ്മുടെ കാറല്ല. Daddy, look ഏതോ at this. ഗസ്റ്റിന്റെ ആണ്. It'll be so amazing. ഇതിൽ ഒരു spin പോയില്ലേ എനിക്ക് മോളെ, അത് സമ്മതം. മോളെ. Dad, trust me. I'll be back. മോളെ, വണ്ടി എടുക്കട്ടെ. ഗസ്റ്റ് എങ്ങനെ വന്നാലാ? ഓർമ്മ പോയി പ്രാന്ത എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. Nonsense. ഞാനൊരു ഉപമ പറഞ്ഞതേ ഉള്ളൂ. നിനക്കറിയില്ലേ, ഷീസ് ക്രേസി അബൌട്ട് കാർസ്. പുതിയ മോഡൽ വല്ല കാറും കണ്ടാ പിന്നെ ആളും തരം നോക്കാതെ വെച്ച് പിടിക്കും. ഗസ്റ്റ് വരുന്നതും എത്തിയാ മതിയായിരുന്നു കത്താവേ. സംശയമാണ്.